ഹൃദ്യം മലയാളത്തിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ പരീക്ഷകളൊക്കെ അടുത്തിരിക്കുന്ന ഈ വേളയിൽ കൂടുതലൊന്നും നമ്മൾ പറയുന്നൊന്നുമില്ല, നേരിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് തന്നെ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ അമർത്തുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്കളുടെ സുഹൃത്ത് വലയങ്ങളിലേക്ക്, പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന താങ്കളുടെ സുഹൃത്തുക്കളിലേക്ക് ഞങ്ങളുടെ ചാനൽ ഒന്ന് അയച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ മലയാള ചെറുകഥയെ പറ്റി പഠിക്കുകയുണ്ടായി. ആദ്യകാല ചെറുകഥകളൊക്കെ നമ്മൾ ഏകദേശം കവർ ചെയ്തു. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു ആധുനികതയുടെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മലയാള ചെറുകഥയുടെ ഒരു നവോത്ഥാന കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ എത്തി. നമ്മൾ VT ഭട്ടതിരിപ്പാടിനെ പറ്റി നോക്കി, MRBയെ പറ്റി പഠിച്ചു, മുത്തിരിങ്ങോടൻ ഭവത്രാദൻ നമ്പൂതിരിയെ പറ്റി പഠിച്ചു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ളത്. ആ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റ് കൃത്യമായി നിങ്ങൾ കാണുകയാണെങ്കിൽ മലയാള ചെറുകഥയുടെ ഇന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ പോയി ആ പ്ലേലിസ്റ്റിലെ ആദ്യ വീഡിയോ മുതൽ കാണുക. അത് കഴിഞ്ഞ് മാത്രം ഈ വീഡിയോസ് കണ്ടാൽ മതിയാകും. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം നവോത്ഥാനത്തിന്റെ അണിയറ. 1930 തൊട്ടുള്ള കാൽ ദശാബ്ദക്കാലം മലയാള ചെറുകഥയുടെ സുവർണ കാലഘട്ടമാണ്. 1930 തൊട്ടുള്ള കാൽ ദശാബ്ദക്കാലം മലയാള ചെറുകഥയുടെ സുവർണ കാലഘട്ടമാണ്. അതവിടെ പ്രധാനമായിട്ട് സംഭവിച്ചത് എന്താണ്? എഴുത്തുകാരുടെ എണ്ണം കൂടിയത് മാത്രമല്ല, കഥയുടെ രൂപഭാവങ്ങളിലെ പരിവർത്തനം. കഥയുടെ രൂപഭാവങ്ങളിലെ പരിവർത്തനമാണ് 1930-കൾ 40-കളിൽ ഇറങ്ങിയ കഥകളിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഇതിവൃത്തം ഉണ്ടാക്കുക, അതിനെ ചുറ്റിപ്പറ്റി ചില കഥകൾ പറയുക, കുറെ ഫാന്റസികൾ ആഡ് ചെയ്യുക, അതിനൊപ്പം തന്നെ നമുക്ക് യുക്തിബോധത്തിന് നിരക്കാത്ത കഥകൾ പറയുക. അപ്പൊ കഥയെയും കഥാപരിസരത്തെയും ഒക്കെ വെറുതെ ഒരു വിനോദോപാധിയായി കണ്ട ഒരു കാലഘട്ടത്തിൽ നിന്നും നവോത്ഥാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കഥയുടെ രൂപഭാവങ്ങളിൽ കൃത്യമായ പരിവർത്തനം ഉണ്ടാകുന്നു. 1920 മുതൽ 1947 വരെയുള്ള കാലഘട്ടം ഭാരതത്തിലെങ്ങും സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയടികൾ ഉണ്ടായിരുന്നു, അല്ലെ? സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയടികൾ ഉണ്ടായിരുന്നു. അപ്പൊ 1947 നമ്മളത് സഫലീകരിക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള കഥകളിലും അത്തരം വിഷയങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും കടന്നു വന്നത്. തകഴി, കേശവദേവ് തുടങ്ങിയവരുടെ കഥകളിലൊക്കെ നിങ്ങൾക്കത് കാണാൻ കഴിയും. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ വലിയ ഒരു അലയടി ഇവിടെ അടിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ട് കേരളത്തിൽ മാത്രമായിട്ടുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ, ജാതീയതയ്ക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ജാതിപരമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള സമരങ്ങൾ ഉണ്ടാകുന്നു. അത്തരം സമരങ്ങളും കഥകൾക്ക്, മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള കഥകൾക്ക് പാത്രമാവുകയായിരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ജീവിതത്തിൽ നിന്നും ജീവിതത്തിനു വേണ്ടി ഉണ്ടാക്കുന്നതാണ് കല എന്ന് മഹാത്മാഗാന്ധി പറയുകയുണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ നിന്നും ജീവിതത്തിനു വേണ്ടി ഉണ്ടാകുന്നതാണ് കല. കലയ്ക്ക് വേണ്ടിയാണോ, ജീവിതത്തിന് വേണ്ടിയാണോ എന്നുള്ള ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ വളർന്നു വരുന്നൊരു കാലഘട്ടം കൂടെയായിരുന്നു ഇത്. അപ്പോ ഇതിനെപ്പറ്റി മഹാത്മാഗാന്ധി പറഞ്ഞത് ജീവിതത്തിൽ നിന്നും ജീവിതത്തിന് വേണ്ടി ഉണ്ടാകുന്നതാണ് കല എന്നാണ്. മലയാള ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, സാഹിത്യം വ്യക്തിയുടേതാണ്, സംശയമൊന്നുമില്ല. സാഹിത്യം എന്ന് പറയുന്നത് വ്യക്തിയുടേതാണ്. പക്ഷെ സാഹിത്യകാരൻ ഒരിക്കലും വ്യക്തിയല്ല. സാഹിത്യകാരനെ സൃഷ്ടിക്കുന്ന സമൂഹമാണ്. ഒരു കഥ എഴുതി, ഒരു കവിത എഴുതി, ഒരു നാടകം എഴുതി, അത് വായനക്കാരിലേക്ക് എത്തുമ്പോഴാണ് അത് സാഹിത്യമാകുന്നത്. അതുകൊണ്ട് സാഹിത്യകാരൻ എന്ന് പറയുന്ന ആളാരാണ്? സമൂഹത്തിന്റെ ഭാഗമാണ്. അയാൾ സമൂഹത്തിൽ നിൽക്കുന്ന ആളാണ്. സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യാൻ കഴിയുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവൊക്കെയാണ് മലയാള ചെറുകഥയിൽ ഒരു പരിവർത്തനത്തിന് വഴിവെച്ചത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ എഴുത്തുകാരെ നമുക്ക് പരിചയപ്പെടുകയാണ്. അപ്പൊ നമ്മൾ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്നത് തകഴി ശിവശങ്കരപിള്ളയെയാണ്. തകഴിയെ പറ്റിയാണ് നമ്മൾ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്നത്. മലയാള സാഹിത്യം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അറിവുള്ള പേര് തന്നെയാണ് തകഴി ശിവശങ്കരപിള്ള. നോവൽ, ചെറുകഥ എന്നീ ശാഖകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാള സാഹിത്യകാരനാണ് തകഴി ശിവശങ്കരപിള്ള. അദ്ദേഹത്തെ കേരള മോപ്പസാങ് എന്നാണ് അറിയപ്പെടുന്നത്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാരാണ്? തകഴി ശിവശങ്കരപിള്ളയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് നോക്കാം. അനുഭവങ്ങൾ പാളിച്ചകൾ, ഏണിപ്പടികൾ, ചെമ്മീൻ, തോട്ടിയുടെ മകൻ, പരമാർത്ഥങ്ങൾ, കയർ തുടങ്ങി നോവലുകളും 600-ൽ പരം ചെറുകഥകളും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. തകഴി ആദ്യകാലത്ത് കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും അവ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. ഇനി നോക്കാനുള്ളത്
അദ്ദേഹത്തെ മോപ്പസാങ് എന്നറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് കുട്ടനാടിന്റെ ഇതിഹാസ കഥാകാരൻ എന്നും തകഴി അറിയപ്പെടുന്നു. കുട്ടനാടിന്റെ ഇതിഹാസ കഥാകാരൻ എന്നും തകഴി അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ് ത്യാഗത്തിന് പ്രതിഫലം. നിങ്ങൾ UGC നെറ്റോ അല്ലെങ്കിൽ HSTക്കോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അദ്ദേഹത്തിന്റെ തകഴിയുടെ നോവലുകൾ കാലക്രമം അനുസരിച്ച് എഴുതാൻ തന്നാൽ അതിൽ ആദ്യത്തെ ഓപ്ഷനിൽ ത്യാഗത്തിന് പ്രതിഫലം കണ്ടാൽ അത് തന്നെയാണ് ഉത്തരം എന്ന് ഉറപ്പിക്കാൻ ഈ ഒരൊറ്റ കാര്യത്തിന് കഴിയും. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് ത്യാഗത്തിന് പ്രതിഫലമാണ് എന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ ആത്മകഥ ഓർമ്മയുടെ തീരങ്ങളിലാണ്. അദ്ദേഹത്തിന്റെ തകഴിയുടെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ തീരങ്ങളിൽ എന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് തകഴിയുടെ ആത്മകഥ ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന പേരിലും തകഴി ആത്മകഥ എന്ന പേരിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തകഴി ആത്മകഥ എന്ന പേരിലും ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന പേരിലും അദ്ദേഹത്തിന്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നും എടുത്ത ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന ആത്മകഥയിൽ നിന്നും എടുത്ത ഒരു ഭാഗം നോക്കാം. ദേവും ഞാനും ബഷീറും പൊറ്റക്കാടും ഒന്നും കോളേജിന്റെ കോമ്പൗണ്ട് പോലും കണ്ടിട്ടുള്ളവരല്ല. ജീവിതം മാത്രമായിരുന്നു ഞങ്ങളുടെ വിദ്യാഭ്യാസ രംഗം. പട്ടിണിയും ദുരിതവും മനോവേദനയും മാത്രമായിരുന്നു ഞങ്ങൾക്ക് പറയുവാനുണ്ടായിരുന്നത്. ഞങ്ങളുടെ പിൻബലം അനുഭവങ്ങൾ മാത്രമാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ എഴുത്തുകാരൊക്കെയാണ് ബഷീർ, പി കേശവദേവ്, പൊറ്റക്കാടൊക്കെ ഒരേ കാലഘട്ടത്തിൽ എഴുതിയ എഴുത്തുകാരാണ് എന്ന് ഓർമ്മിച്ചിരിക്കുക. നമ്മൾ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. നവോത്ഥാന ഘട്ടത്തിലെ എഴുത്തുകാരെ പ്രമേയമാക്കിയത് സ്വന്തം സമൂഹത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് തകഴി ഈ ഒരു ആത്മകഥയുടെ ഈ ഒരു ഭാഗങ്ങളിലും പറയുന്നത്. അത് അവരുടെ വേദനകൾ, സമൂഹത്തിന്റെ വേദനകൾ തന്നെയാണ് ഈ എഴുത്തുകാരൊക്കെ തന്നെ കഥകളാക്കിയത്. ഇനി അദ്ദേഹത്തെ പറ്റിയുള്ള 2 പുസ്തകങ്ങളെ പറ്റിയാണ് പറയുന്നത്. തകഴി കഥയുടെ രാജശില്പി എന്ന പുസ്തകം പ്രൊഫസർ G ബാലചന്ദ്രനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ഇപ്പൊ അധികവും ചോദിച്ചു കാണുന്നത്. കാരണം ഇതാണ് നമുക്ക് അറിയാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തകഴി കഥയുടെ രാജശില്പി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ G ബാലചന്ദ്രനാണ്. അതോടൊപ്പം തന്നെ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ജീവചരിത്രം KS രവികുമാറും എഴുതിയിട്ടുണ്ട്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ജീവചരിത്രം KS രവികുമാറും തകഴി കഥയുടെ രാജശില്പി എന്ന് പറയുന്ന പുസ്തകം പ്രൊഫസർ G ബാലചന്ദ്രനും എഴുതിയിട്ടുണ്ട്. ഇതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി തകഴിയെ പറ്റി കേസരി ബാലകൃഷ്ണപിള്ള പറഞ്ഞ ഒരു അഭിപ്രായത്തിലേക്ക് നോക്കാം. എന്താണ് അഭിപ്രായം? മലയാള സാഹിത്യത്തിലെ ചെറുകഥാ പ്രസ്ഥാനത്തിന്റെ, അതായത് റിയലിസ്റ്റിക് ചെറുകഥാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ മഹാകവി എന്നാണ് തകഴിയെ പറ്റി കേസരി ബാലകൃഷ്ണപിള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. കേസരി ബാലകൃഷ്ണപിള്ളയുടെ ചങ്ങാത്തവും അവരുമായിട്ടുള്ള ഒരു ബന്ധവും ഒക്കെയാണ് തകഴി എന്ന എഴുത്തുകാരനെ രൂപപ്പെടുത്തിയത് എന്ന് ചെറുകഥ ഇന്നലെ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രൊഫസർ M അച്യുതൻ പറയുന്നുണ്ട്. അതും ഓർത്തിരിക്കുക. തകഴി എന്ന് പറയുന്ന എഴുത്തുകാരനെ രൂപപ്പെടുത്തിയതിൽ കേസരി പത്രത്തിനും പ്രബോധകൻ എന്ന പത്രത്തിനും കേസരി ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്ന പത്രപ്രവർത്തകനും ഒരുപാട് വലിയ പങ്കുണ്ട്. റഷ്യൻ ഫ്രഞ്ച് സാഹിത്യവുമായി ഉണ്ടായ ബന്ധവും പരിചയവും അതോടൊപ്പം തന്നെ കേസരി ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന പത്രപ്രവർത്തകനുമാണ് തകഴിയെ തകഴിയാക്കി തീർത്തത് എന്നാണ് ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചെറുകഥ നമുക്ക് നോക്കാം. 1930 സർവീസ് പത്രത്തിൽ പ്രസിദ്ധം ചെയ്ത സാധുക്കളാണ് തകഴിയുടെ ആദ്യത്തെ ചെറുകഥ. 1930 സർവീസ് പത്രത്തിൽ പ്രസിദ്ധം ചെയ്ത സാധുക്കൾ എന്ന ചെറുകഥയാണ് തകഴിയുടെ ആദ്യത്തെ ചെറുകഥ. ഓർത്തിരിക്കുക, തകഴിയുടെ ആദ്യത്തെ ചെറുകഥ സാധുക്കളാണ്. ഇനി ഇവിടെ ഒരു അഭിപ്രായം നോക്കുക. ആളുകളെ ശല്യം ചെയ്തും പ്രകോപിപ്പിച്ചും സാമൂഹിക ജീവിത സത്യങ്ങളെ ചിത്രീകരിക്കുന്ന റിയലിസം ആദ്യമായി സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് 1930 തൊട്ടാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു സാമൂഹിക ജീവിതമാണ് നവോത്ഥാന ഘട്ടത്തിലെ എഴുത്തുകാർ പ്രധാനമായും ചിത്രീകരിക്കാൻ ശ്രമിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു റിയലിസം ആദ്യമായി സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് 1930 തൊട്ടാണ്. നമുക്കറിയാം കുട്ടനാടിന്റെ ഇതിഹാസ കഥാകാരൻ എന്നാണ് തകഴിയെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഥകളിൽ അധികവും കടന്നു വന്നത് കുട്ടനാടൻ ജീവിതവും കുട്ടനാടൻ കർഷകരുടെ ജീവിതവും അവിടെ ഉണ്ടായിരുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങളും ഒക്കെയാണ്. അതിൽ തന്നെ പ്രധാന കഥകൾ നമുക്ക് നോക്കാം. തഹസിൽദാരുടെ അച്ഛൻ, കൃഷിക്കാരൻ, വെളുത്ത കുഞ്ഞ്, കുരുടന്റെ ചാരിതാർത്ഥ്യം, ഇവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. ഏതൊക്കെയാണ്? തഹസിൽദാരുടെ അച്ഛൻ, കൃഷിക്കാരൻ, വെളുത്ത കുഞ്ഞ്, കുരുടന്റെ ചാരിതാർത്ഥ്യം, ഇവയെല്ലാം ആദ്യകാലത്ത് കുട്ടനാടൻ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ കഥകളാണ്. അപ്പോ കുട്ടനാടൻ പശ്ചാത്തലത്തിൽ മാത്രമാണോ തകഴി എഴുതിയത്? ഒരിക്കലുമല്ല അല്ലെ. അദ്ദേഹം മനഃശാസ്ത്രപരമായ കഥകളും എഴുതിയിട്ടുണ്ട്. ചാബല്യം 60-ാം വയസ്സിൽ തുടങ്ങിയ
അദ്ദേഹത്തിന്റെ മനഃശാസ്ത്രപരമായ ജ്ഞാനത്തിന് ഉദാഹരണങ്ങളായിരുന്നു. ഏതൊക്കെ കഥകളായിരുന്നു? ചാവല്യം, 60-ാം വയസ്സിൽ പോലുള്ള കഥകള്. അപ്പൊ ഈ കഥകളൊക്കെ തന്നെ തകഴിയുടെ പേരിലുണ്ടെങ്കിലും തകഴി എന്ന് പറയുന്ന ചെറുകഥാകൃത്ത് കൃത്യമായ ഒരു സ്ഥാനം സാഹിത്യത്തിൽ, ചെറുകഥാ സാഹിത്യത്തിൽ ഉറപ്പിക്കുന്നത് ഏത് കഥയോട് കൂടെയാണ്? അത് നമുക്കെല്ലാം അറിയാം, വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന ചെറുകഥയോട് കൂടിയാണ് തകഴി ചെറുകഥാ സാഹിത്യത്തിൽ കൃത്യമായ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നത്. തകഴി ശിവശങ്കരപിള്ള എഴുതിയ ഒരു ചെറുകഥയാണ് 1935 പ്രസിദ്ധീകരിച്ച ഈ കഥ. 1924 കേരളത്തിൽ ഉണ്ടായ മഹാപ്രളയത്തിനിടെ എഴുത്തുകാരന്റെ ബാല്യകാല അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. തകഴിയുടെ ഏറ്റവും മികച്ച കഥകളിൽ ഒന്നായി വ്യാപകമായി കണക്കാക്കപ്പെടുന്നു. ഒരു കടുത്ത വെള്ളപ്പൊക്കത്തിൽ വീട്ടിൽ കുടുങ്ങിപ്പോയ ചേന്നൻ എന്ന മനുഷ്യന്റെയും കുടുംബത്തിന്റെയും ദുരവസ്ഥയാണ് ഇത് പിന്തുടരുന്നത്. ഒടുവിൽ കടന്നു പോകുന്ന ഒരു ബോട്ട് അവരെ രക്ഷിക്കുന്നു. പക്ഷെ അവരുടെ നായ പിന്നിൽ ഉപേക്ഷിക്കപ്പെടുകയും സ്വന്തമായി അതിജീവിക്കാൻ നിർബന്ധിതയാവുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥ തന്നെയാണ് വെള്ളപ്പൊക്കത്തിൽ. എന്നാലും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയെക്കുറിച്ച് മറ്റെന്താണ് നോക്കാനുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം, വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന ചെറുകഥ എഴുതിയത് തകഴി തന്നെയാണ്. അതിൽ ആർക്കും സംശയമില്ല. പരീക്ഷയ്ക്ക് ചോദ്യം തയ്യാറാക്കുന്നവർക്കും അറിയാം, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ജയരാജ് ഈ കഥയെ ആസ്പദമാക്കി 25 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഹ്രസ്വചിത്രം വെള്ളപ്പൊക്കത്തിൽ എന്ന പേരിൽ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ജയരാജ് ഈ കഥയെ ആസ്പദമാക്കി 25 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഹ്രസ്വചിത്രം വെള്ളപ്പൊക്കത്തിൽ എന്ന പേരിൽ തന്നെ പുറത്തിറക്കി. 2007 ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നോൺ ഫീച്ചർ ഫിലിം സംവിധാനത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഈ ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഇത് ഒരു ചോദ്യമായി വരാൻ സാധ്യതയുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി തകഴിയുടെ കഥകളെ വീണ്ടും കുറച്ച് ഭാഗങ്ങളായിട്ട് ഇവിടെ തിരിക്കുന്നുണ്ട്. തകഴിയുടെ ചെറുകഥകളെ സാമാന്യമായി 2-3 വിഭാഗങ്ങളായിട്ട് തിരിക്കാമെന്ന് പറയുന്നു. അതില് അസ്ഥികൂടം, 3 തലമുറകൾ, ചങ്ങാതികൾ, പ്രതീക്ഷകൾ എന്നിവ ഒരാശയത്തെ മൂർത്തമായ ജീവിതത്തിൽ കൂടി ആവിഷ്കരിക്കുന്ന കഥകളാണ്. അപ്പൊ കഥകളുടെ പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കുക. അസ്ഥികൂടം, 3 തലമുറകൾ, ചങ്ങാതികൾ, പ്രതീക്ഷകൾ എന്നിവ ഒരാശയത്തെ മൂർത്തമായ ജീവിതത്തിൽ കൂടി ആവിഷ്കരിക്കുന്ന കഥകളാണ്. ചാത്തന്റെ കഥ, ഒരസാധാരണ ത്യാഗം, കൃഷിക്കാരൻ, ഭാഗം, കല്യാണിയുടെ കഥ, കെട്ടുതാലിയുടെ കഥ, പെൺമക്കൾ തുടങ്ങിയ കഥകളുടെ ഹൃദയദ്രവീകരണ ശക്തിയും മൂല്യചിന്തോദീപകത്വവും പ്രശംസനീയമാണ് ചെറുകഥ ഇന്ന്. ഏതൊക്കെയാണ്? ചാത്തന്റെ കഥ, ഒരസാധാരണ ത്യാഗം, കൃഷിക്കാരൻ, ഭാഗം, കല്യാണിയുടെ കഥ, കെട്ടുതാലിയുടെ കഥ, പെൺമക്കൾ തുടങ്ങിയ കഥകളുടെ ഹൃദയ ദ്രവീകരണ ശക്തിയും മൂല്യചിന്തോദീപകത്വവും പ്രശംസനീയമാണ്. ഇതും കൂടെ നിങ്ങൾ ഈ കഥകളുടെ പേരൊക്കെ കൃത്യമായി എഴുതി വെക്കുക. ഇത് ഒരുപാട് കഥകളുണ്ട്. അദ്ദേഹം ഒരുപാട് ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കൃത്യമായി നോട്ട് എഴുതി തന്നെ പഠിച്ചു പോവുക. സ്ഥലം മാറ്റം, കെട്ടുതാലി, പെൺമക്കൾ, ദല്ലാൾ തുടങ്ങിയ കഥകൾ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹികപരമായ ചൂഷണങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോ തകഴിയുടെ ആ എഴുത്തിന്റെ ആ ഒരു വ്യാപ്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം സ്പർശിക്കാത്ത ലോകത്തിലെ ഒരു മേഖലകൾ പോലും ഉണ്ടോ എന്ന് സംശയമാണ്, അല്ലെ? അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ അദ്ദേഹം എല്ലാവരെ പറ്റിയും ചർച്ച ചെയ്തു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചെറുകഥകളെ പറ്റിയാണ് നോക്കുന്നത്. അദ്ദേഹത്തിന്റെ വലിയൊരു നോവൽ സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ വലിയൊരു സംഭാവന മലയാള സാഹിത്യത്തിനുണ്ട്. അത് നമ്മൾ നോവൽ സാഹിത്യം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പറ്റിയൊക്കെ പറയും. അദ്ദേഹത്തിന്റെ നോവലുകളെ പറ്റിയൊക്കെ ഒരുപാട് പറയാനുണ്ട്. നമ്മളിവിടെ ഇപ്പൊ ചെറുകഥ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ടാണ് പ്രധാനമായും അദ്ദേഹത്തിന്റെ ചെറുകഥകളെ പറ്റി നമ്മൾ നോക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറുകഥകളിൽ നോക്കുക. സ്ഥലം മാറ്റം, കെട്ടുതാലി, പെൺമക്കൾ, ദല്ലാൾ എന്നിവ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഭാര്യയായി കഴിഞ്ഞ്, അമ്മയായി കഴിഞ്ഞൊക്കെ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ, ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ദുരിതങ്ങളെ പറ്റി പറഞ്ഞ കഥയാണ് കെട്ടുതാലി, പെൺമക്കളൊക്കെ. ഭർത്താവിന്റെ മരണശേഷം വേശ്യാവൃത്തിയിലേക്ക് പോകേണ്ടി വന്ന ഒരു സ്ത്രീയുടെ കഥയാണ് കെട്ടുതാലി എന്ന് പറയുന്ന കഥയിൽ പറയുന്നത്. അതുപോലെ ദല്ലാൾ എന്ന കഥയിലും പെൺമക്കൾ എന്ന കഥയിലും ഒക്കെ സ്ത്രീകളുടെ ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങളെ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് കഥകൾ കൂടെ അദ്ദേഹത്തിന്റെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ വന്ന കഥകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം, പുതിയ കഥകളും ഉണ്ടാവും. നോക്കുക. തഹസിൽദാരുടെ അച്ഛൻ, കൃഷിക്കാരൻ, വെളുത്ത കുഞ്ഞ്, ഭാഗം, കുരുടന്റെ ചാരിതാർത്ഥ്യം, മാഞ്ചുവട്ടിൽ, ചങ്ങാതികൾ, ഒരു അസാധാരണ ത്യാഗം, ഒരു അമളിയുടെ കഥ.
അപ്പോൾ തകഴിയെ പറ്റി ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നോവലുകളെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് നോവൽ സാഹിത്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് പഠിക്കും. ചെറുകഥകളെ പറ്റി അദ്ദേഹത്തിന്റെ ഇത്രയും ചെറുകഥകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ചെറുകഥകളുടെ പേര് ഇവിടെ നമ്മൾ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചോദ്യ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അത് നമ്മൾ ഓരോ ആഴ്ചയിലും ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ HST മലയാളത്തിനും UGC നെറ്റിനും സെറ്റിനും കേട്ടറ്റിനും ഒക്കെ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ജനറൽ പേപ്പറിന്റെ ഗ്രൂപ്പിന്റെ ലിങ്കും അവിടെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ തകഴിയെ പറ്റി ഇത്രയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥ നമ്മൾ നോക്കി, അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമ്മൾ നോക്കി, അദ്ദേഹത്തിന്റെ ഒരുപാട് ചെറുകഥകളുടെ പേരുകൾ നമ്മൾ നോക്കി, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കുകയുണ്ടായി. അപ്പോൾ നവോത്ഥാന ഘട്ടത്തിലെ മറ്റ് എഴുത്തുകാരെ പറ്റിയും അവരുടെ കൃതികളെ പറ്റിയും അവരുടെ രചനയുടെ പ്രത്യേകതകളെ പറ്റിയും ഒക്കെ പറഞ്ഞുള്ള ഇനിയുള്ള ക്ലാസ്സുകൾ ഉടനെ ഉണ്ടാകും. എല്ലാവരും എല്ലാ ക്ലാസ്സുകളും കാണുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.